ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മുതുകുളം വെട്ടത്തുമുക്കിലാണ്. അപ്പോൾ നമ്മുടെ ബിജു ചേട്ടൻ ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്നുള്ള രോഗം കണ്ടെത്തുന്നത്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചേച്ചി നിങ്ങളോട് പറയും. എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ചാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആ ഒരു വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ചേട്ടൻ ഒരു പനി ഉണ്ടായതിനെ തുടർന്ന് നല്ല ചുമയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടുപോയി. അവിടെ 14 ദിവസം കിടന്നു. 14 ദിവസം കിടന്നപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ കുറവാണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ബോൺമാരോ ചെയ്തിട്ട് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവർ 14 ദിവസം കിടന്ന് കഴിഞ്ഞാൽ പറഞ്ഞൊരു ഓൺകോളജിയെ കാണുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ചേട്ടൻ്റെ രക്തത്തിൻ്റെ അളവെല്ലാം കുറയുകയുണ്ടായി. ഓൺകോളജി ഡോക്ടറെ കാണുന്നത് അമൃത ഹോസ്പിറ്റലിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ അമൃതയ്ക്ക് വിട്ട് അവിടെ ചെന്നപ്പോൾ ബോൺമാരോ ടെസ്റ്റ് ചെയ്തായിരുന്നു. അന്നേരം ചേട്ടന് അപ്ലാസ്റ്റിക് അനീമിയ എന്നുള്ള ഒരു അസുഖമാണ്. അതായത് നമ്മുടെ നട്ടലിൽ മജ്ജയ്ക്കുള്ളിലെ സെൽസിനെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ്. ഇതിനു വേണ്ടി നല്ലൊരു നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തെങ്കിലേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഇഞ്ചക്ഷന് വേണ്ടി 15 ലക്ഷം രൂപ ചിലവാകുമെന്നും അത് കഴിഞ്ഞ ശേഷം അതിന് ഗുളികയുണ്ട്, അതിനുവേണ്ടി 12 ലക്ഷം രൂപയും അങ്ങനെ 10-27 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയും വലിയ തുക താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളോടെല്ലാവരോടും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേട്ടൻ എവിടെയാണ് ശരിക്കും ഓട്ടോ ഓടിക്കൊണ്ടിരുന്നത്? പറഞ്ഞു വെട്ടത്തുമുക്കിന്. എന്താണ് ഓട്ടോയുടെ പേരെങ്ങനെയാണ്? ബിജിൻ ഓട്ടോ. നമ്മുടെ വരുമാന മാർഗവും ജീവിത മാർഗവും എല്ലാം ഓട്ടോ ആയിരുന്നു. ഇപ്പോഴത് വീട്ടിൽ ഷെഡിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ചേച്ചി, നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു അസുഖത്തിന് എന്ത് ട്രീറ്റ്മെന്റ് എത്ര രൂപയാണ് ചിലവ് വരുന്നത്? ഫെസിലിറ്റി എല്ലാം കൂടെ ഉൾപ്പെടെ 10-30 ലക്ഷം രൂപ വേണ്ടി വരും. ഞങ്ങളവിടെ പിന്നെ പോയി കിടക്കുകയോടെ ഈ ഇഞ്ചക്ഷന് മാത്രമായിട്ടാണ് അവർ 15 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. 15 ലക്ഷം, ഗുളികയ്ക്ക് 12 ലക്ഷം, പിന്നെ ഞങ്ങൾ കിടക്കുന്നതിന് വേറെ എക്സ്പെൻസ് ആകും. അപ്പോൾ അതങ്ങനെ എല്ലാം കൂടെ 30 ലക്ഷത്തിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 100-ൽ ഒരാൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഇഞ്ചക്ഷനൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ട് ക്യാഷ് ഒരുപാട് വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ ചേട്ടനെയും ചേച്ചിയും ഒന്ന് സഹായിക്കുക. ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പം അതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സഹായം എത്തിക്കുക. ഇത് അമൃത മെഡിക്കൽ കോളേജിൻ്റെ ഇതാണല്ലേ? അവർ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്ന ഡീറ്റെയിലാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇതിനകത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇഞ്ചക്ഷൻ്റെ ഇതാണ് 10 ലക്ഷം രൂപ അല്ലേ? 10 ലക്ഷം രൂപ. അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചേട്ടൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഒരിതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടനെയും ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള സഹായം ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും. മാക്സിമം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ചേട്ടാ വെച്ചോ, എൻ്റെ ഒരു സ്വന്തം മരുന്ന് വെച്ചോ. അപ്പോൾ മറന്നു പോകണ്ട, ഇവരുടെ കാര്യം ഞാൻ അത്രയ്ക്കും സീരിയസ് ആയതുകൊണ്ടാണ് ഇവിടെ എത്തിയതും വീഡിയോ ചെയ്തതും. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക.